ബത്തേരി പോകാനായിട്ട് 2 ബസ് കയറേണ്ടി വന്നു. അങ്ങനെ രണ്ടാമത്തെ ബസ്സിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് ഫുൾ കൺഫ്യൂഷനായി, ഏത് സീറ്റിലിരിക്കണം. ബസ് എടുത്തു കഴിയുമ്പോൾ വെയിൽ നമ്മുടെ ഭാഗത്താവുമോ ഇല്ലയോ. അപ്പോഴാണ് എൻ്റെ അനിയത്തി പറയുന്നത് അതിനിപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടെന്ന്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും. അങ്ങനെ ബത്തേരിയിലെത്തി ഞങ്ങൾ പതിവ് പോലെ ഡ്രസ്സ് നോക്കി ഡ്രസ്സൊന്നും എടുക്കാതെ വരാമെന്നുള്ള പ്ലാനായിരുന്നു. ആക്ച്വലി ഞങ്ങളുടെ അജണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്ന ഒരു ബൊട്ടീക്ക് ഉണ്ട് ബത്തേരി മാക്സിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ അവിടെ കയറാമെന്നുള്ളതായിരുന്നു. എന്തായാലും അതിന് മുമ്പ് ഞങ്ങൾ മാക്സ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി. ഫൈനലി അഭിനയ്ക്ക് ഒരു ഡ്രസ്സ് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് പിങ്ക് ഡ്രസ്സ് എടുക്കാത്തതെന്ന് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഓർമ്മ വരുന്നില്ല കേട്ടോ. ഈ ബൊട്ടിക്ക് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരിക്കും എന്ന് ഫ്രണ്ട് പറഞ്ഞായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ചു എൻ്റെ ബഡ്ജറ്റിലുള്ളതാണെങ്കിൽ എടുക്കാമെന്നൊക്കെ. പക്ഷേ എൻ്റെ ബഡ്ജറ്റുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തായിരുന്നു അവിടുത്തെ പ്രൈസസ്. സോ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം എന്നാണല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നേരത്തെ ഞാനൊരു വെബ്സൈറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് ആക്ച്വലി വർക്കാവും. പക്ഷേ ഒരു കാര്യമുള്ളത്, ബസ്സിൽ കയറുന്നതിന് മുമ്പ് നോക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കേണ്ടി വരും. എല്ലാവരും കാണിക്കത് ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. മീൻസ് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഈ സാധനം കിട്ടിയിരിക്കുന്നത് എന്തിനാ മമ്മി? ഇതിങ്ങനെ ആക്കാം. എന്നിട്ട് ഇതിങ്ങനെ പിടിക്കും. എൻ്റെ അവിടെ വെക്ക് വെച്ച് കാണിച്ചു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ആർക്കെങ്കിലും അറിയാത്തതല്ലേ. എന്തായാലും ഡ്രസ്സിന് മമ്മിയുടെ അപ്രൂവലൊക്കെ കിട്ടി. മമ്മിക്ക് ഇഷ്ടമായി. പക്ഷെ വൈറ്റ് ആയതിൻ്റെ ഒരു സങ്കടം മാത്രം ഉണ്ടായിരുന്നു. മാത്രം മേടിച്ചോളൂ. ഈ ഒരു സാധനം മേടിയാണ് 2 പേരും കരഞ്ഞത്. നീയുള്ളതാണ് എൻ്റെ ധൈര്യം. ആക്ച്വലി അഭിഷേക് ഇവിടുത്തെ ധൈര്യശാലി സാധാരണ. ഈവനിങ് ആയപ്പോൾ മമ്മിയും പപ്പയും ഒരു കല്യാണ ഫംഗ്ഷന് വേണ്ടി പോയിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. എന്താ ഇത്ര ലേറ്റ് ആയിട്ട് വന്നേ? ഇങ്ങനെ ലേറ്റ് ആയിട്ട് വീട്ടിൽ വരാൻ പാടുമോ? പിന്നെ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, അതൊക്കെ ഇട്ട് നോക്കി നാളത്തേക്കുള്ള ഡ്രസ്സ് ഇട്ട് നോക്കിയാൽ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് കിടന്നതാണെങ്കിലും നൈറ്റിൽ എന്തായാലും പ്രത്യേകിച്ച് ഒരു ക്രേവിങ്സ് വരാനുണ്ട്. പിന്നെ ഞാനതൊരു അച്ചപ്പത്തിൽ ഒതുക്കി. അപ്പം ശരി ഗായ്സ്, ഗുഡ് നൈറ്റ്, ടാറ്റാ.